വെറും 2 വർഷം മുൻപ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഗോവിന്ദ് പത്മസുരുടെയും ഗോപിക അനിലിന്റെയും. അറേഞ്ച് മാരേജ് ആയിരുന്നു ഇരുവരുടെയും. വിവാഹ നിശ്ചയ ഫോട്ടോ പുറത്തു വന്നപ്പോൾ ഇരുവരുടെയും ആരാധകർ മാത്രമല്ല ഇൻഡസ്ട്രിയിലുള്ളവർ പോലും ഞെട്ടിപ്പോയി. ഒരിക്കലും ഗോപികയും ജിപിയും വിവാഹം കഴിക്കുമെന്ന് തന്നെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് തന്നെയാണ് കാരണം. അറേഞ്ച് മാരേജിന് പൊതുവെ ആളുകൾ അധികം സമയം തങ്ങളെടുത്തുവെന്ന് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജിപി പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യമായി ഗോപികയുമായുള്ള കൂടിക്കാഴ്ച സംഭവിച്ചത് ചെന്നൈയിൽ ക്ഷേത്രത്തിൽ വെച്ചാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഗോപികയാണ് ആദ്യം കണ്ടുമുട്ടൻ ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യം മെസ്സേജ് ചെയ്തത്. ലാപ്ടോപ്പും ഒക്കെയുമാണ് ഞാൻ പോയത്. കണ്ട് 10-20 മിനിറ്റിനകം പിരിയുകയാണെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബാക്കി പെൻഡിങ് വർക്കുകൾ തീർക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഗോപികയുമായി സംസാരിച്ചു തുടങ്ങിയ ശേഷം ആ ലാപ്ടോപ്പ് തന്നെ ഞാൻ തുറന്നു പോലുമില്ല. കുറെ സമയമെടുത്താണ് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. എനിക്ക് ഗോപികയെ കണ്ടപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഗോപിക കൺഫ്യൂസ്ഡ് ആയിരുന്നു. D4 ഡാൻസിന്റെ കട്ട ഫാനായിരുന്നു ഗോപിക. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അങ്ങനെ പോയി. അറേഞ്ച് മാരേജ് പൊതുവെ ആളുകൾ എടുത്ത സമയത്തേക്കാൾ കൂടുതലാണ് ഞാൻ എടുത്തത്. പിന്നീട് ഗോപിക സമ്മതം പറയാനുള്ള മനസ്സുമായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്നില്ലെന്ന്. പിന്നെ കുറച്ചു കാലം ഗോപിക എന്നെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. ശേഷം ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കണമെന്ന സ്റ്റേജിൽ വീട്ടിൽ പറയുകയായിരുന്നു എന്നാണ് ജിപി പറഞ്ഞത്. എല്ലാ ചെറിയ കാര്യങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് കല്യാണം ഒരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. എനിക്കൊരു പരിചയം പറയാൻ പറഞ്ഞാൽ ഞാൻ ആഘോഷം എന്നാണ് പറയുക. ഓർഗനൈസ് ചെയ്യാനും ഇവന്റ് എല്ലാം നടത്താനും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ കല്യാണത്തിന് മറ്റൊരു രസകരമായ സംഭവം കൂടെയുണ്ട്. സംഗീതയും കല്യാണവും ആയപ്പോഴാണ് മീഡിയയെ ഞാൻ പ്രവേശിപ്പിച്ചത്. എൻ്റെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഒരു ഐസ് ബ്രേക്കിംഗ് ആവശ്യമുണ്ടായിരുന്നു. മീഡിയ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഫാമിലി പതറിപ്പോകും. ഓരോ ഫംഗ്ഷൻ കഴിയുമ്പോഴും ഉടൻ തന്നെ ഞാൻ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പാക്കുമായിരുന്നു. താലികെട്ട് രാവിലെ 6:30 ആണെങ്കിൽ അതിൻ്റെ വീഡിയോ 8:30 യൂട്യൂബിൽ അപ്പായി. ഹൽദി, സംഗീത്, കല്യാണം എല്ലാം ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ തന്നെ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒത്തിരി സെലിബ്രിറ്റീസ് പങ്കെടുത്ത ഫംഗ്ഷൻ ആയിരുന്നു. അവരുടെ ഏതൊണ്ടൊക്കെ ഷോർട്സ് പുറത്തു പോകണമെന്ന് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അവർ എന്നെ വിശ്വസിച്ചാണ് അവിടെ വന്നിരിക്കുന്നത്. വേറൊരു മീഡിയയും ഇല്ല എന്നതുകൊണ്ട് അവർ എല്ലാ ചടങ്ങും നന്നായി എൻജോയ് ചെയ്തത്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് തന്നെ വീട്ടുകാർ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. 32 വയസ്സായപ്പോഴാണ് കല്യാണം ആലോചിച്ച് തുടങ്ങുന്നത്. വീട്ടിൽ ഞാൻ പറയുന്നതും ഒരു അവാർഡ് നൈറ്റ് ഫംഗ്ഷൻ തുടർന്നാണ് ഗംഭീരമാക്കി ഞാൻ വിവാഹം നടത്തിയത്. വിവാഹത്തിൽ ഗോപികയുടെയും ജിപിയുടെയും വിവാഹാശംസകളെല്ലാം തന്നെ ആ സമയത്ത് ഒരുപാട് പേര് നേരിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള വാർത്തകൾ സജീവം തന്നെയാണ്. ഇരുവരും വളരെയധികം സന്തോഷകരമായ ജീവിതം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇരുവർക്കും തമ്മിൽ ഒരുപാട് വ്യാജ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിലൊന്നും പെണ്ണ് തലവെക്കരുത് എന്നാണ് പ്രേക്ഷകരോട് ജിപിക്കും പറയാനുള്ളത്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സ്.